ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. തലേന്ന് രാത്രി തന്നെ അലാറാമൊക്കെ വെച്ച് സെറ്റായിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ ആരോ കഴുത്തട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് കേട്ടോ എണീക്കുന്നുണ്ടായത്. ഡോർ തുറന്ന് നോക്കുമ്പോൾ ദേ ഒരാൾ പാവാടി അന്വേഷിച്ച് വന്നേക്കുന്നു. പല സാധനങ്ങൾ നമ്മൾ എടുക്കാൻ മറക്കുമെങ്കിലും, ഒരു യാത്ര പോകുമ്പോൾ പല സാധനങ്ങൾ നമ്മൾ എടുക്കാൻ മറക്കുമെങ്കിലും ഇതുപോലെ ഒരു സാധനം എടുക്കാൻ മറന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അതായത് സെറ്റ് സാരിയുടെ അടിയിലിടുന്ന വൈറ്റ് പാവാടി എടുക്കാൻ മറന്നിട്ടായിരുന്നു ഒരാൾ വന്നത്. അപ്പോൾ അതൊക്കെ അമ്മ കൊടുത്ത് സെറ്റാക്കുന്നതാണ് കേട്ടോ. സെറ്റ് ചെയ്ത അലാറാമിന് മുന്നേ തന്നെ ഉറക്കം കെട്ടി എണീക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ ഗൈസ്? അത് ഒരുത്തി നശിപ്പിച്ച് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഇതുപോലുള്ള ദ്രോഹങ്ങളൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ആർക്കും തന്നെ രാവിലെ എണീച്ചതിൻ്റെ ആ ഒരു ചടപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴണം എന്നുള്ള ആഗ്രഹം മനസ്സിലാക്കിയിട്ട് എല്ലാവരും മൈൻഡൊക്കെ നല്ല രീതിക്ക് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് നമ്മളെല്ലാം സെറ്റായി ഇവിടെ റെഡിയായി നിന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ റൂമിലുള്ളവർ ഓരോ ആൾക്കാർ റെഡിയാവാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഇരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് മുല്ലപ്പൂ ഒക്കെ കിട്ടി. അവരെനിക്ക് മുല്ലപ്പൂ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത് കണ്ണാടിയിലൊക്കെ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഞാനിത് ഒരുപാട് വട്ടം ഇട്ടതാണ്, പുതിയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് അമ്മ ഒരുങ്ങി വന്നിട്ടുണ്ട്. മുല്ലപ്പൊക്കെ വെച്ചതിന് ശേഷം ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് കിട്ടിയിട്ട് ആദ്യം ഞാൻ വെക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഹസ്ബൻഡൊക്കെ പറഞ്ഞ് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മളിത് അമ്പലത്തിനുള്ളിൽ കൊടുക്കാനുള്ളതാണ്. അവിടുത്തെ എന്തോ ഒരു ഇതാണ്, അത് നമ്മൾ വാങ്ങിക്കാം കേട്ടോ. ഒരു തളികയിൽ നമ്മൾ റോസാപ്പൂ അല്ല, താമര അങ്ങനെയുള്ള കുറച്ച് മുല്ലപ്പൂ, ചെത്തി, ജമന്തി തുടങ്ങിയ പൂക്കൾ, തുളസി അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, അതിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ലുക്ക്. അതിലൊരു പട്ട് കൂടി ഉണ്ട് കേട്ടോ, ഒരു ചോപ്പ്. അപ്പോൾ നമ്മൾ നാലാളും നടന്നു വരുന്ന വീഡിയോ. ഒരാളുടേത് മോള് കയ്യിലുള്ളതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ നല്ല സോങ്ങൊക്കെ വെച്ച് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ഞാൻ എടുത്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഈ ഒരു വഴിയിലോട്ട് തന്നെ നമ്മളിതാ നടന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്യൂ ഉണ്ട്. ഇത് പുലർച്ചെയാണ് കേട്ടോ, 4 മണി ആ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് തോന്നുന്നു. 4 മണി 4:30 എങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മളുടെ ക്യൂവിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ മുല്ലപ്പൂക്കെ വെച്ചിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ എല്ലാവരെയും. അതിന് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിദ്യാരംഭം കുറിക്കേണ്ട ആളിതാ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളാരും ചലഞ്ച് ചെയ്തില്ല, ഉറങ്ങിക്കോട്ടെ, വയ്യ എണീച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ അമ്പലത്തിൽ കയറുന്ന സമയത്ത്. ധനുഷ് വഴി നമ്മൾ കുറേ ഉള്ളോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾക്കായിട്ട് നമുക്കിതാ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വിളക്കൊക്കെ ഏകദേശം അടങ്ങിയില്ലായിരുന്നു, കാരണം പുലർച്ചെ കത്തിക്കുന്ന വിളക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ, ഇവിടെയാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അതിനായിട്ട്. പെട്ടെന്ന് 3 ലൈൻസായിട്ടാണ് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിവാമി ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതുപോലെ ആൾക്കാരൊക്കെ കൂടുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വഴക്കാണ് കേട്ടോ, ഫുള്ള് വഴക്കാണ് ആൾ. പിന്നെ രാവിലെയൊക്കെ എണീപ്പിച്ചത് എല്ലാ കുട്ടികളും ഏകദേശം അങ്ങനെ തന്നെ കേട്ടോ. നല്ലതായിട്ട് വഴക്കടിക്കുന്ന കുട്ടികളുണ്ട്, ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരു വെളുത്ത പശുക്കിടാവുണ്ട് കേട്ടോ. ചെറിയതാണെന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യമുള്ളൊരു പശുവാണ് കേട്ടോ. പശുക്കുട്ടിയാണത്, കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. विनायकाय वैदुभ्यं विद्युताय नमो नमः गुरु गणपतिभ्यां नमः प्रार्थना समर्पयामि सरस्वती नमस्तुते कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा अविद्या मूलनाशिन्यै विद्या अवयव मूर्तये सर्वायु
അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരാൾ നല്ല ഇതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ എഴുതാൻ ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിക്ക് വഴക്കൊക്കെ ആൾ ഉണ്ടാക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ നല്ല രീതിക്ക് വഴക്കടിക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂരി അവിടെ നിന്ന് പറയുന്നുണ്ട് അടുത്ത ഇതിൽ ഇരുത്തുക എന്നുള്ളത്, അവരൊന്ന് കൂളായതിന് ശേഷം ഇരുത്താമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിലവർ അവിടെ നിന്ന് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രിപ്പിൽ ആദ്യം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ടത് എന്താ പറയുക ചായ കുടിക്കാനാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, അത് രാവിലെ എണീച്ച് വന്നതാണല്ലോ. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചന്തയിലേക്കാണ് കേട്ടോ പോയത്. കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല, ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിക്കേണ്ട ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കുറേ സമയം ടൈമൊക്കെ ഇതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കുടച്ചാദ്രിയിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ജീപ്പിലിട്ട് പോകുകയാണ്. ഈ ഒരു ജീപ്പിൽ ആ ഒരു പ്രത്യേക ഒരു സൗണ്ടും അതൊക്കെ കൂടി മൊത്തത്തിലൊരു നല്ലൊരു അടിപൊളി രസമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു രസമുണ്ട് ഈ ഒരു യാത്രയ്ക്ക്. കുടജാദ്രി ഇവിടെ ഈ മൂകാംബികയിൽ വരുന്നവർ തീർച്ചയായും കുടജാദ്രിയിൽ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വരണം എന്നാണ് പറയാറ്. മൂകാംബിക അമ്മ ഫസ്റ്റ് അവിടെയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നതല്ലോ. അപ്പോൾ ഇവിടെ വന്നവർ തീർച്ചയായും അവിടെയും കൂടെ പോവുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം അത്രയും അടിപൊളിയാണ്. ഇനി അങ്ങോട്ടുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറുകെ പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുറുകെ പിടിച്ചിരുന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല അടിപൊളിയാണ്, വൈബ് തന്നെയാണ് കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ഇതുപോലുള്ള യാത്രയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടല്ലേ പോവുക. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കോട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ കയറി തൊഴുതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ പൂജാരി നമുക്ക് അവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ വിവരിച്ച് തരും. അതൊരു പ്രത്യേക രസം തന്നെയാണ്, കേട്ട് നിൽക്കാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ക്ഷേത്രം വരുന്നത്, ആ ഒരു ഇതിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതിറങ്ങി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളമാണ് കേട്ടോ ആ ഒരു ഇതിൽ. അപ്പം ഡ്രിങ്കിങ് വാട്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അവിടത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ഷേത്രം ഇരിപ്പുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിതാ ആരും തന്നെ ചെരുപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരാളും ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെരുപ്പ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുന്നും മലയൊക്കെ കയറുമ്പം നമുക്ക് ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ കാലിന് നല്ല പോലെ വേദന ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ചെരുപ്പ് എടുത്തിട്ടില്ല. ചെരുപ്പ് എടുക്കാണ്ട് നമുക്ക് എത്രത്തോളം അത് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റുന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു വേവലാതി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒന്നുകൂടെ നല്ല രീതിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതൊക്കെ ഫുള്ളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മനസ്സിലായിരിക്കുന്നത്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ തുള്ളിച്ചാടി കയറാൻ വേണ്ടി എന്തായാലും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ചെരുപ്പ് ഇടാതെ മാക്സിമം വരാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഓരോരോ വീഡിയോസ് എടുത്ത് അവർ ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ, അത്രയും അടിപൊളിയാണ്. ഈ ക്യാമറ കൊണ്ടൊന്നും അതിൻ്റെ ബ്യൂട്ടി ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയുണ്ട് ചേച്ചി എക്സ്പീരിയൻസ് ഒന്നും അറിയാം? എക്സ്പീരിയൻസ് ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ്. താങ്ക്സ്. അങ്ങനെ 12 മണി ജീപ്പാടെ വെയിറ്റ് ചെയ്യും, പിന്നെ 1/2 നടന്നാലല്ലേ നമ്മള് 12 മണി എത്തിയാ എന്നാ വേഗം പോയി 11 നമ്മളുടെ കൂടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഗ്യാങ് ആയിട്ടാണ് നടക്കുന്നുണ്ടായത്, കണ്ടില്ലേ. നമ്മളിവിടുത്തെ വീഡിയോസ്, റീൽസ്, ഫോട്ടോസ് എല്ലാം എടുത്ത് പതിയെ എഴഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായത്. കാരണം അത്രയും ഉണ്ട് കേട്ടോ, ആസ്വദിക്കാനായിട്ട് നമുക്ക് അത്രയും ഉണ്ട്. വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ.
ഫുള്ള് കോടയാണ് കഴിച്ചിടാം. സൂപ്പർ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയാ എല്ലാരും ഒന്ന്? പൊളി വൈബ് തന്നെ അല്ലേ? സൂര്യ ഒന്ന് ഇങ്ങോട്ട് നോക്കി എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി. ലൈഫിൽ എന്നാ പറയണ്ടേ, ഒരിക്കലും മിസ്സാക്കറ ഈ പ്ലേസ്. സൂപ്പർ അല്ലേ? വണ്ടർഫുൾ പ്ലേസ്. നമ്മളെ മൂന്നാറിനെല്ലാം കാട്ടി സൂപ്പർ. വളരെ വളരെ അധികം. മൂന്നാറൊന്നും ഒന്നുമല്ല, എക്സ്പീരിയൻസ് ചെയ്യാത്തവര് വന്ന് ചെയ്യേണ്ടതാണ്. അടിപൊളിയാണ്. അതെ, ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല അടിപൊളിയാണ്. ഫുള്ള് കോടയാണ്. കൊറേ എത്തി നമ്മളിങ്ങ് അടുത്തെത്തിയല്ലേ എക്സ്പീരിയൻസ്. ഓ ചെറിയ ചാനലാണ്, പേര് പറഞ്ഞാൽ അറിയപ്പെടുന്നില്ല. യൂണിക്. നമ്മളിപ്പോ വനത്തിലാണ്. ഗൈസ്. വനം എന്ന് വെച്ചാൽ ഒന്നൊന്നര വനം. പുളി വരും, പുളി. കൂളിംഗ്. എടാ ഇത്ര സമയം നടന്ന ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ. ഇല്ലല്ലോ, AC. എനിക്കിപ്പോ ഷോപ്പ് കയറിയോളൂ തോന്നുന്നുണ്ട്. വിച്ചു അല്ല, വിച്ചു എന്ന് പറയുന്നത് മിന്നു. ഇനി കൊറേ പോകാനുണ്ട് ചേട്ടാ. എങ്ങനെയുണ്ട് ഇച്ചിരിയൊക്കെ ക്ഷീണമൊക്കെ ഉണ്ട്. വഴിയെ പോകുന്ന ഒരാൾക്കാരെയും നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായത്. പിന്നെ ഇപ്പോഴങ്ങനത്തെ മടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പം എനിക്ക്, അതായത് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് നല്ല മടി തോന്നാറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു മടിയില്ല കേട്ടോ. ആദ്യമൊക്കെ ഡയറക്റ്റ് വോയിസ്, അതായത് ഓൺ വോയിസ് ചെയ്യാനൊക്കെ നല്ല മടി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു മടിയില്ല ഗൈസ്. കാരണം ഒരുപാട് ശീലമായല്ലോ, അതുകൊണ്ട്. പിന്നെ എനിക്കും തോന്നി ഓൺ വോയിസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടെ ഈസി എന്ന്. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ മേലെ കെട്ടി വെച്ചപ്പോൾ നിങ്ങളെ ആയിരിക്കണമെന്ന് ചൂടെടുത്തിട്ടാണ്. ചൂടൊന്നുമില്ല, മുടി ഇങ്ങനെ വീണെടുക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ട് അങ്ങനെ കെട്ടി വെച്ചാൽ കേട്ടോ. ഈ ഒരു സൈഡൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചില ആൾക്കാരുടെ വടിയൊക്കെ കുതിപ്പിടിച്ചിട്ടാണ് വരുന്നത്. കോടയായിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാവരും സാരിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ എന്താ പറയുക, അവർ പറയുന്നത് അതിൻ്റെ ഒന്നും ക്ഷീണമില്ല. എനിക്ക് അവരെ കാണുമ്പോൾ എന്താ പോലെ തോന്നുന്നത്. കാരണം സാരിയൊക്കെ ഇട്ടിട്ട് തനിയെ നടക്കാൻ തന്നെ നല്ല പാടാണ്. അതിനോട് കുഞ്ഞിനെയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് വരുന്നവർ തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് മിക്കവാറും. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡ്രസ്സൊക്കെ സാരി ഒന്നുകിൽ അങ്ങനെ ആ ഒരു ട്രഡീഷണൽ ഇതിലുള്ള വേഷം തന്നെയാണ് കേട്ടോ. ഞാൻ സാരി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാരി, ധാവണി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതുപോലെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടെ എന്താ പറയുക, അത് ഇടാനുള്ള മെനക്കേട് എല്ലാം കൂടി ഞാൻ എടുക്കാതിരുന്നു കേട്ടോ. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി എടുത്തുകൂടെ, അല്ലെങ്കിൽ ധാവണി ഇങ്ങനെ എടുത്തുകൂടെയെന്ന്. പിന്നെ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എടുക്കാണ്ട് വന്നത്. അതുപോലെ ടോപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഞാനിത് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു യാത്രയ്ക്ക് പൂർണ്ണത എന്ന പോലെ തന്നെ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ, കാല് കുത്തിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായ ഒരിതാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്ര നേരം കയറുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് കയറിയിട്ടുണ്ടായത്. എന്നാൽ ഇവിടെ എത്തിയപ്പം മനസ്സിലായി അതിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ എത്തുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത് കേട്ടോ. ഓരോ യാത്രയിലും നമുക്ക് എല്ലാവർക്കും തന്നെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലേ. അപ്പോൾ ചില യാത്രകൾ നമ്മൾ ഒരുപാടങ്ങ് എക്സ്പെക്റ്റ് ചെയ്താൽ അത്ര വരെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് അതിൻ്റെ മേലെയാണ്, ഹൈ ലെവലിലാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങളോട് പറയാമെന്നറിയില്ല. ഇവിടെ വന്നിട്ടുള്ളവരൊന്നും അത് തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ നമുക്ക് കിട്ടിയെന്നുള്ള ആ ഒരിത്. പിന്നെ ഇവിടെ എല്ലാവരും വന്നിട്ട് അതേപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. ഗൈസ്, നമ്മൾ പറഞ്ഞ ക്ഷേത്രം എന്താ അടിപൊളിയൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇത് കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു പ്രത്യേക
അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഓരോ ആൾക്കാർ ഓരോ ഫാമിലി ആയിട്ട് അങ്ങനെ ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് നമ്മൾ അവിടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ച് അതിന് ശേഷം എന്താ നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. തിരിച്ച് കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും ഡിഫറെൻറ്റ് വൈബ്സാണ് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കേഴുമ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രകൃതി ഫുള്ളായിട്ട് ആസ്വദിച്ചുകൊണ്ട് എന്തായിരിക്കും ടോപ്പിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, നമ്മളെ കാത്തിട്ട് എന്തായിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതിലോട് കൂടിയാണ് എല്ലാവരുടെയും മൈൻഡ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അതായത് ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ട് ഈ മൂകാംബിക ദേവി എന്തിനും മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നൊക്കെ നമ്മളിങ്ങനെ ജോക്കടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇറങ്ങുമ്പോഴാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഈ ഒരു ഹിൽ ടോപ്സ് ഇങ്ങനെ പറന്നിറങ്ങുന്നുള്ള, അതായത് എന്താ പറയുക നമ്മളിങ്ങനെ അത്രയും ആസ്വദിച്ച് പറന്നിറങ്ങുന്ന ആ ഒരു ഫീലിങ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ അല്ലെങ്കിൽ കൂടി നമ്മുടെ മൈൻഡ് പോകുന്നത് ആ ഒരു തരത്തിലാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. നമ്മളിത് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ട്രൈപ്പോഡും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ധൻഷുവിനെ എൻ്റെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്. അവൻ്റെ കയ്യിൽ പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക്. ആൾ മുണ്ടൊക്കെ മാടിക്കെട്ടിയിട്ട് ഭയങ്കര ഇതായിട്ട് അവനും നല്ല ഇതാണ്, ഹാപ്പിയാണ് തോന്നുന്നു. കുട്ടികളൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അവനങ്ങനെ എടുക്കാനൊന്നും വിടുന്നില്ല. ചെരുപ്പിടാതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്കായാലും ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പ്ലസ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണല്ലോ. ഇതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്? ഇത് കാണാത്തവരെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേസത്. കാലുമുട്ടി പോയിന്നെങ്കിൽ അത് വന്ന പവറല്ല. കാലുമുട്ടി പോയിന്നെങ്കിലോ ഇത് മൂന്നാറിനെല്ലാം കാട്ടി അടിപൊളി സ്ഥലം അല്ലേ അച്ഛാ? സ്ഥലം എന്തുണ്ട് അച്ഛാ? ഇഷ്ടായിനോ? അടിപൊളിയല്ലേ? അച്ഛൻ കൊറേ ആയില്ലേ മൂകാംബികയിൽ വരണമെന്ന് പറയുന്നത്? പക്ഷെ അടിപൊളിയായില്ലേ? അടിപൊളി സ്ഥലം അല്ലേ കൊടജാദ്രി? ഇത് കാണേണ്ട സ്ഥലം തന്നെ അല്ലേ? ആ, അച്ഛൻ പറയാ വന്നിട്ടില്ലെങ്കിൽ നഷ്ടമായിരുന്നു ഈ സ്ഥലത്ത് നിന്ന്. അടിപൊളി, നോക്കിയേ, ഒരു പ്രത്യേക വ്യൂ തന്നെയാണ് ഗൈസ്. ഇതൊന്ന് ചുറ്റി കാണിച്ചാൽ നമ്മളിത് ഫോണിലോട്ടൊന്നും ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ ഒട്ടും പറ്റുന്നില്ല. നേരിട്ട് അങ്ങോട്ട് നോക്കുമ്പോ ഈ ഫോണിൽ കാണുന്നതൊന്നും ഒന്നുമല്ല അല്ലേ അച്ഛാ? ഫോണിൽ കാണുന്നതൊന്നും ഒന്നല്ലല്ലോ, നേരിട്ട് തന്നെ കാണണം. ഇതിന്റെ താഴെ ഫുൾ കൊക്കാന്നല്ല പറയാ, കൊക്കാണ്. പക്ഷെ അതൊന്നും ഫോണിൽ കാണാൻ പറ്റുന്നില്ല. ഇവിടെ വന്നവർക്ക് അറിയായിരിക്കും. വന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടോ. അതിന്റെ ആ ഒരു ബ്യൂട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് കമന്റ് അറിയാം, കമന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെരുപ്പിടാത്തത് തന്നെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല അടിപൊളി തണുപ്പാണ്. അത് ചവിട്ടുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ കാലുവെക്കുന്ന ഒരു ഫീലിങ്സാണ്. അവിടെ ഒരു ഇരിപ്പിടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിക്കുന്നത്. ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. ചെരുപ്പിടാത്ത നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? എന്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും കുടജാദ്രി വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. എന്റെ വീഡിയോ കാണുന്നവരിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടാവും. കാരണം അത്ര വലിയ ചാനലൊന്നുമല്ല. അപ്പോൾ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, കുറെ ആള് പോകുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ ഇല്ലേ ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. കല്ലുകളിന് ചവിട്ടാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. പിന്നെ വെയില് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഇല്ല, ദൈവത്തിന്റെ അനുഗ്രഹം. അമ്മ ഒന്നും കൂടെ പറഞ്ഞേ, നമുക്കൊരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ തിരിച്ചെത്തി. വിശപ്പും ദാഹവും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് ബോട്ടിലെടുത്തിട്ടാ വന്നത്. അത് ഭയങ്കര ഹെവി വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടാ വന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വിശപ്പോ ദാഹം ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ? ഓക്കെ, നമുക്ക് ഇറങ്ങാം. നമ്മളിതാ അമ്പലത്തിന്റെ തൊട്ട് താഴത്തേക്ക് എത്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി പോകുന്നത്. നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്.
ചിലപ്പോൾ കുറേ യാത്രകളൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കും, എങ്കിലും ചില യാത്രകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതായിരിക്കല്ലേ. അത്തരമൊരു യാത്രയാണ് കേട്ടോ ഇതും. ചില യാത്രയാവട്ടെ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ടല്ലേ, കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ ഒരു യാത്രയായിരുന്നു, അതായത് ഈ ഒരു ക്ഷേത്രം, അതായത് ഹിൽ ടോപ്പിൽ മേലെ ഇത്ര ഭംഗിയുള്ള മനോഹരമായൊരു വഴിയിടങ്ങൾ താണ്ടി ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നതും അതുപോലെ തന്നെ ഫാമിലി ഒത്ത് ചിലവഴിച്ച കുറേ നിമിഷങ്ങളും ഒക്കെയുമായപ്പോൾ നമ്മുടെ എന്താ പറയുക ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഈ ഒരു യാത്ര. കുറേ കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ യാത്രയിലുടനീളം നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ വയസ്സായവർ വരെ ഈ ഒരു ക്ഷേത്രം, അതായത് അത്രയും ടോപ്പിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്താൻ വേണ്ടി വയസ്സായവർ വരെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ കയറി പോകുമ്പം ക്ഷീണം അനുഭവപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. പിന്നെ എന്തൊക്കെ വന്നാലും ആ ഒരു ക്ഷേത്രത്തിൽ, അതായത് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലത്ത് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ദൃഢനിശ്ചയം തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ യാതൊരു വിധത്തിലുള്ള ക്ഷീണവും അവിടെ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു കാരണം മെയിനായിട്ട് വെയിൽ അങ്ങനെ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ കോടമഞ്ഞാണല്ലോ, അപ്പോൾ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ പോസിറ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇന്ന സ്ഥലത്ത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്ര ദുഃഖം ഉണ്ടെങ്കിൽ കൂടി, ഇത്രയൊക്കെ പരീക്ഷണം നമ്മൾ നേരിട്ടാൽ കൂടി നമ്മൾക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കല്ലേ. നമ്മുടെ മൈൻഡിനെയാണ് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക പ്രിപ്പയർഡാക്കി വെക്കേണ്ടതെന്നുള്ളതാണ് സത്യം. ഓരോ യാത്രയും ഓരോരോ മെമ്മറീസ് ആണല്ലേ. അതുപോലെ തന്നെ ഇതൊന്നും വളരെ നല്ലൊരു മെമ്മറി എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഥവാ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം അവരും കൂടെ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. വരാൻ പറ്റുന്നുള്ളവരെ തീർച്ചയായും ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കാം കേട്ടോ.